ദേവിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ആനന്ദ് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുന്നു. ദേവി എം.എ. പഠിച്ചിട്ടില്ലെന്നും 10ാം ക്ലാസ് മാത്രമാണ് ജയിച്ചിട്ടുള്ളതെന്നും ആനന്ദ് പറയുന്നു. സ്കൂളിലും ടി കമ്പനിയിലും ജോലി ചെയ്തുവെന്ന് പറഞ്ഞ് നുണ പറയുകയും പിന്നീട് ഹോട്ടലിൽ ജോലി ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ ആനന്ദ് വെളിപ്പെടുത്തുന്നു. കൂടാതെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചതിന്റെ വീഡിയോ തെളിവ് സഹിതം ആനന്ദ് എല്ലാവരെയും കാണിക്കുന്നു. മീനു ദേവിയെ പിന്തുണച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തതല്ല, എല്ലാവരെയും പറ്റിച്ച് നാടകം കളിച്ചതാണ് തെറ്റെന്ന് ആനന്ദ് ചൂണ്ടിക്കാണിക്കുന്നു. ദേവിയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച ഗോമതിക്കും ബാലനും ഈ വഞ്ചന താങ്ങാൻ കഴിയുന്നില്ല. ഉദയഭാനു വലിയ ധനികനല്ലെന്നും വിഗ് വെച്ച് മാന്യത നടിക്കുന്ന കള്ളനാണെന്നും ആനന്ദ് വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ഗോമതിയും ബാലനും ഉദയഭാനുവിനെയും ശ്രീകലയെയും വിളിച്ചുവരുത്തി ദേഷ്യപ്പെടുന്നു. ദേവിയെ ഇനി ഈ വീട്ടിൽ നിർത്താൻ കഴിയില്ലെന്ന് ബാലൻ പറയുമ്പോൾ ഉദയഭാനുവും ശ്രീകലയും തനിനിറം പുറത്തെടുത്ത് ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. തന്റെ മകൾ ആനന്ദിന്റെ ഭാര്യയായി ഇവിടെ തന്നെ കഴിയുമെന്നും അവളെ പുറത്താക്കിയാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ഉദയഭാനു വെല്ലുവിളിക്കുന്നു. ഉദയഭാനുവിന്റെ സംസാരം കേട്ട് നിയന്ത്രണം വിട്ട ആനന്ദ് ഒരു സ്റ്റാച്യു എടുത്ത് എറിയാൻ ആഞ്ഞുപോകുമ്പോൾ കുടുംബാംഗങ്ങൾ തടയുന്നു. ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടാലും ദേവി വീടിനു മുന്നിൽ വന്ന് കരഞ്ഞു കാവൽ നിൽക്കുന്നതും അതിനുശേഷം ഉദയഭാനു സാന്ത്വനം കുടുംബത്തിനെതിരെ നാട്ടുകാരുടെ മുന്നിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നതുമായ സംഭവങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.